നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, അങ്ങനെ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വെറും ചണ്ടിയായിട്ടുള്ള, അതല്ലെങ്കിൽ ശുദ്ധ ചെറ്റയായിട്ടുള്ള ആ ഭാഷ തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. നോക്കൂ, ഇന്ന് വൃശ്ചിക മാസം 1-ാം സുഹൃത്തുക്കളെ, നമ്മുടെ സന്ദീപ് വാര്യര് സംഘിപ്പാളയത്തിൽ നിന്നും കൊങ്ങിപ്പാളയത്തിലേക്ക് മാറി. ഈ മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മുടെ കേരളത്തിലെ ഒരു നമ്പർ 1 സംഖ്യയായിട്ടുള്ള ചാണകവർത്തനം പറയുന്ന മുസ്ലിങ്ങളെ വെറും മദ്രസ പൊട്ടന്മാരെന്നും ജിഹാദികളെന്നും മാത്രം പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ആ ഒരു വിവരം കെട്ടവന്റെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാണേണ്ട വീഡിയോ ആണ് കേട്ടോ, ഒന്ന് കണ്ടുനോക്കൂ. അയാൾ ഈ സന്ദീപ് വാര്യരുടെ ഈ BJP-യിൽ നിന്നുള്ള സംഘപരിവാറിൽ നിന്നുള്ള നമ്മുടെ കോൺഗ്രസിലേക്കുള്ള ആ പ്രവേശനത്തെ ഈ കാട്ടിക്കൂട്ടുന്ന രീതി, അല്ലെങ്കിൽ അതിന് പറയുന്ന രീതിയൊക്കെ ഭയങ്കര വൃത്തിയായിട്ട് രീതിയാണ്. ഒന്ന് കണ്ടാക്കണം. ഞാൻ പറയുന്നത് ഈ കുട്ടികൾ ആരെങ്കിലും ഇത് അവർ വെച്ച് കേൾക്കണ്ട, കാരണം പരമ തെറിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീയതിയാണ് ഇന്ന്. ഇത്തരത്തിൽ ഒരുത്തനെയും ഞാൻ അസഭ്യം വിളിക്കില്ല എന്ന് ഞാൻ ഭഗവാന്റെ മുന്നിൽ രാവിലെ തൊഴുത സമയത്ത് ഞാൻ ഓർത്തതാണ്. ഇന്നെങ്കിലും ഇത്തരത്തിൽ ഒരാളെ വിളിക്കാനുള്ള അവസരം തരല്ലേ ഭഗവാനെ എന്നുള്ളത്. പക്ഷെ ഈ 1-ാം തീയതി തന്നെ ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ചെറ്റ, ശുദ്ധ ചെറ്റ എന്ന് തന്നെ പറയേണ്ട ആ ഒരു ചെറ്റ കാട്ടിക്കൂട്ടിയ ചെറ്റത്തരം നമ്മൾ കണ്ടു. നമുക്ക് മാന്യ പ്രേക്ഷകരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ചെറ്റത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സംഘിപ്പാളയത്തിൽ നിന്ന് കൊങ്ങിപ്പാളയത്തിലേക്ക് മാറി എന്നുള്ളതാണ് കേട്ടോ ആ ഒരു മഹത്തായ ചെറ്റത്തരം. ഇയാൾ പറയുന്നത് ഇന്ന് വൃശ്ചിക മാസം 1-ാം തീയതിയാണ്, ഇന്ന് തന്നെ തെറി പറയിക്കല്ലേ ഈശ്വര എന്നുള്ള. ഇയാളെ പച്ച തെറിയെ പറയാറുള്ളൂ. ഇയാളെ സംസ്കാരം അനുസരിച്ചിട്ട് അത് അയാളെ വായെന്ന് വീരുള്ളൂ എന്നുള്ളതാണ്. ഞാൻ ഇതിനു മുൻപും ഈ പറയുന്ന ഈ ചണ്ടിക്കെതിരെ, വെറും ഇവനെ ചണ്ടി എന്ന് ഇനി വിളിക്കാൻ പാടുള്ളൂ, കാരണം ഇവൻ കോൺഗ്രസിലേക്ക് പോയി ചേർന്നിരിക്കുന്നു. ഇത്രയും നാൾ ഇവൻ പ്രവർത്തിച്ച, ഇവൻ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആ ഒരു ഫിഗർ എങ്ങനെയാണോ ഈ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത്, ആരാണോ ഉയർത്തിക്കൊണ്ടുവന്നത്, ആ മാതൃപ്രസ്ഥാനത്തെ ഒറ്റിക്കൊണ്ട് ഈ ചെറ്റ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്ത് കോൺഗ്രസിൽ ചേർന്നു എന്നുള്ള പത്രസമ്മേളനം ഒക്കെ കണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർ തന്നെയാണ്. ഇവൻ എന്തുകൊണ്ടാണ് ഇന്ന് തന്നെ പെട്ടെന്ന് മാറ്റം അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് എന്ന് ചിന്തിക്കുന്നിടത്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു ആസൂത്രണം ഒന്നുമല്ല ഇത് എന്നുള്ളത് ബേസിക് ആയിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാരണം ഇത് എത്രയോ മാസങ്ങൾക്ക് മുൻപേ ഇവരൊക്കെ ഇടയിലൂടെ, അതായത് നമ്മൾക്കറിയാം പിന്നാമ്പുറ ചർച്ചകൾ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഈ പിന്നാമ്പുറ വാതിലിലൂടെ ചർച്ച നടത്തിക്കൊണ്ട് എത്രയോ മാസങ്ങൾക്ക് മുൻപാണ് ഇവനൊക്കെ ഇതിന്റെ തുടക്കമിട്ടിരിക്കുന്നത്. പക്ഷെ മാന്യ പ്രേക്ഷകർക്ക് അറിയുന്നത് ഈ പാലക്കാട് ഇലക്ഷൻ, പാലക്കാട് കൺവെൻഷനിൽ ഇവന് സീറ്റ് കൊടുത്തില്ല എന്നൊക്കെ, അതല്ലെങ്കിൽ ഇവന്റെ അമ്മ മരിച്ച സമയത്ത് ഇവന്റെ 2 കൊല്ലം മുമ്പ് മരിച്ച അമ്മയുടെ വിഷയമൊക്കെ എടുത്തിടുക, ഇതൊക്കെ കൃത്യമായിട്ടും ഇവൻ സൈക്കോളജിക്കൽ മൂവ്മെന്റ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതായത് ഈ സൈക്കോളജി ആ രീതിയിൽ തന്നെ, സൈക്കോളജി ആയിട്ടുള്ള രീതിയിൽ മനുഷ്യന്റെ മനസ്സിനെ എങ്ങനെയാണ് തന്നിലേക്ക് എത്തിക്കുക എന്ന് കൃത്യമായിട്ടും അറിയുന്ന ഈ വ്യക്തി ചെയ്തിട്ടുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോട് കൂടി ചേർന്ന മികവാണ് ഇപ്പോൾ ഇന്ന് കണ്ടിട്ടുള്ള ആ ദൃശ്യങ്ങൾ. അല്ലാതെ ഇത് ഈ പാലക്കാട് കൺവെൻഷനുമായി ബന്ധപ്പെട്ട പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം ഒന്നുമല്ല എന്നുള്ളത് മാന്യ പ്രേക്ഷകർ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് മുൻപേ അതിപ്പോ ഈ ഒരു ആൾക്കാർ, ഈ ഒരു VK ബൈജു എന്ന് പറയുന്ന ഈ ഒരു തീട്ടം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞത് ഇയാൾ എപ്പോഴും ആ വാക്ക് പറയുന്നുണ്ടാ. അയാൾ എന്തായാലും മാറി പെട്ടെന്ന് സഡൻ ആയിട്ട് ഇരുന്ന് തീരുമാനത്തില്ല. എന്നോ കോൺഗ്രസുമായിട്ട് ചർച്ച കടന്നുണ്ടായിരിക്കും, എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ചർച്ച കടന്നുണ്ടായിരിക്കും, അത് വേറെ കാര്യം. പറഞ്ഞു ഈ വൃത്തികെട്ടവനെ കുറിച്ച് ഞാൻ പച്ചക്ക് പറഞ്ഞ സമയത്ത് എന്നെ തെറി വിളിച്ച എല്ലാ മാന്യ പ്രേക്ഷകരോടും എനിക്കതിൽ നിങ്ങളോട് ഒരു വിരോധവും ഇല്ല. കാരണം ഇവൻ എന്താണ് എന്നുള്ളത് തെളിവ് സഹിതം എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ട സത്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അതിൽ എനിക്ക് ആ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് യാതൊരു സങ്കോചവും ഇല്ലാതെ ഞാൻ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ ചെന്നിട്ട് എല്ലാ BJP-ക്കാരെയും കെ സുരേന്ദ്രനോ അതല്ലെങ്കിൽ V മുരളീധരനോ ഇപ്പൊ മാന്യ പ്രേക്ഷകർ തെറി വിളിക്കുന്ന, അതല്ലെങ്കിൽ ഈ BJP-യെ KJP ആക്കി മാറ്റി എന്ന ആക്ഷേപം നേരിടുന്ന എല്ലാ നേതാക്കന്മാരെയും ഇവർക്ക് അങ്ങനെ വിലക്കെടുക്കാനൊന്നും പറ്റില്ല. അത്തരത്തിൽ ഇവർക്ക് വിലക്കെടുക്കാൻ പറ്റാത്ത BJP നേതാക്കളെ, BJP അണികളായിട്ടുള്ള തൃശ്ശൂരിലുള്ള BJP-ക്കാരെ നിങ്ങളൊന്ന് പോയി സംസാരിക്കുക. എന്താണ് ഇവൻ എന്നുള്ളത് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞ ഇവന്റെ ആ സകലമാന സ്വഭാവ വൈകൃതങ്ങളുണ്ടല്ലോ, അത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ബോധ്യമാവും. നോക്കൂ, ഞാനിത് ഈ വിവരങ്ങളൊക്കെ ഞാനിത് സുഹൃത്തുക്കളെ, സന്ദീപ് വാര്യർക്ക് ഒരുപാട് സ്വഭാവ വൈകൃതങ്ങളുണ്ട്. ആ ഒരു വൈകൃതങ്ങളുടെ കാരണം കൊണ്ടാണ് സന്ദീപ് വാര്യരെ പാർട്ടിയിൽ നിന്ന് പുറത്താകാൻ കാരണം. 1 വർഷത്തോളം ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും സന്ദീപ് വാര്യർ ഇറങ്ങരുതെന്നൊക്കെ BJP ഒരു തിട്ടൂര ഉറപ്പിച്ചിരുന്നു. അത് ഇതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ഈ ഒരു പഹയൻ പറയുന്നത് എന്തൊക്കെ നമുക്ക് കേൾക്കാം. എന്തായാലും സംഘികൾക്കിടയിലുള്ള ഈ പ്രശ്നങ്ങൾ തുറന്നു പറയുമ്പോൾ അതിൽ ചിലപ്പോഴെങ്കിലും ഒരു അല്പം സത്യസന്ധത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ അറിയുന്ന കാര്യങ്ങളല്ലേ, അവരുടെ ഉള്ളിൽ ഇങ്ങനെ ചീഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ, അവരെന്നെ പുറത്തുവിട്ടേ. നമ്മൾ ഒക്കെ ചുമ്മാ മിണ്ടാതെ ഇങ്ങനെ കേട്ടിരുന്നാൽ മാത്രം മതി.
തന്നെ വർഷങ്ങളായിട്ടുണ്ട്. ഈ എന്തുകൊണ്ട് പിന്നെ BJP ഇതൊക്കെ പുറത്തു വിടുന്നില്ല എന്നുള്ളത് ആ ഒരു ചോദ്യം മാന്യ പ്രേക്ഷകർക്കുണ്ടായിരിക്കും. പക്ഷെ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് പുറത്തു വിട്ടു കഴിഞ്ഞാൽ പാർട്ടിയെയാണ് ബാധിക്കുക. കാരണം ഇവൻ ഇരിക്കുന്ന മൂട്ടിലെ പൊടിയും തട്ടിക്കൊണ്ട്, അവന്റെ ആ ചന്തിയിലെ പൊടിയും തട്ടിക്കൊണ്ട് അവന് ഏത് സംഘടനയിലേക്കും പോവാൻ പറ്റുമെന്നുള്ള അത് അവന് ഈ നിമിഷത്തിൽ തെളിയിച്ചു. ഇവനെ ഇത്രയും നാൾ ഏതൊരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണോ സംസാരിച്ചത്, അത് ആ പ്രസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് ഏതൊരു പ്രസ്ഥാനത്തിന് എതിരെയാണോ സംസാരിച്ചത്, കോൺഗ്രസ് രാഷ്ട്രീയം ഈ നാട്ടിലെ 6.5 പതിറ്റാണ്ട് നമ്മുടെ രാജ്യത്തെ കട്ടുമുടിച്ച് ഭരിച്ച കോൺഗ്രസ് രാഷ്ട്രീയത്തിനെതിരെ സംസാരിച്ച ആ ഛർദിലൊക്കെ ഇനി സന്ദീപ് വാര്യർ എന്ത് ചെയ്യും? ഇരുന്ന് തിന്നും. ഇവൻ ഛർദിച്ചു കൂട്ടി ഒരുപാട് ഛർദിലുകൾ ഉണ്ടല്ലോ, സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ ഒരുപാട് ഛർദിൽ, അതിനി ഛർദിലുകളായിട്ടേ കോൺഗ്രസുകാർ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ ഛർദിലുകൾ എന്നൊക്കെ പറയുന്നത് BJP-യെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങളാണ്. അതിന് BJP-ക്കാർ തന്നെ പറയുന്നത് അത് ഛർദിലുകളെന്നാണ്. അത് BJP-ക്കാർ തന്നെ BJP-ക്കാരെ കുറിച്ചിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറും ഛർദിലുകൾ എന്നാണ് ഇപ്പോൾ BJP-ക്കാരനാട്ടിലെ ഈ ഒരു ചങ്ങായിനെ പറയുന്നത്. എന്ത് വേസ്റ്റാന്ന് ആലോചിക്കുക. അതൊക്കെയുള്ളൂ. അത്തരത്തിൽ ഈ കോൺഗ്രസിനെതിരെ ആയാലും കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെയൊക്കെ ഇവൻ സംസാരിച്ചിട്ടുള്ള ചാനൽ ചർച്ചകൾ കണ്ട് ഉന്മേഷത്തോടെ ആവേശത്തോടെ ഇവന്റെ ആരാധകരായിട്ടുള്ള ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് മുഖമടച്ചുള്ള അടി തന്നെയാണ് ഇവൻ തന്നിരിക്കുന്നത്. വെറും ഒരു പാലക്കാട് കൺവെൻഷനിൽ ഇവന് സീറ്റ് കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവന്റെ അമ്മയെ കാണാൻ, അമ്മ മരിച്ച സമയത്ത് BJP-യിലെ എല്ലാ നേതാക്കന്മാരും ഇവന്റെ കാഴ്ചവെട്ടിൽ ചെന്ന് അയ്യോ പാവം എന്നും പറഞ്ഞിരുന്നില്ല എന്നൊക്കെ ഈ കുട്ടികൾ പറയുന്നവരെ നുള്ളി മാന്തി എന്നൊക്കെ പറഞ്ഞില്ലേ. ഇതിനൊക്കെ ഏത് ഭാഷയിലാണ് മാന്യ പ്രേക്ഷകരെ പറയേണ്ടത്? അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് പറഞ്ഞ നിലപാടിൽ തന്നെ ഇന്നും ഉറച്ചു നിൽക്കുന്നു. ഇവന്റെ കോറി മാഫിയകളുമായി ബന്ധപ്പെട്ടുള്ള ആ കള്ളക്കണക്കുകളും കള്ളപരിപാടികളും എല്ലാം ഇനി ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു വരും. കാരണം ഇനി നമ്മുടെ സംഘടനയുള്ള BJP എന്ന് പറയുന്ന സംഘടനയ്ക്ക്, RSS എന്ന് പറയുന്ന നമ്മുടെ മാതൃ സംഘടനയ്ക്ക് ആർക്കും ഇനി ഇവനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതോ ഒളിപ്പിച്ചു വെക്കേണ്ടതോ ആയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇവൻ കാട്ടിക്കൂട്ടിയിട്ടുള്ള ശുദ്ധ തെണ്ടിത്തരങ്ങൾ, തെമ്മാടിത്തരങ്ങൾ അക്കമിട്ട് തെളിവ് സഹിതം ഇനി വരുന്ന നാളുകളിൽ പുറത്തു വരും. ഈ 20-ാം തീയതി തിരഞ്ഞെടുപ്പ്. അതെ, തെണ്ടിത്തരങ്ങളൊക്കെ പറയുന്നത് BJP-യിൽ ഇരിക്കുന്ന സമയത്ത് ചെയ്ത തെണ്ടിത്തരങ്ങളാണ്. അപ്പൊ BJP-യിൽ ഇരിക്കുന്ന സമയത്ത് ചെയ്ത തെണ്ടിത്തരങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് BJP-യിൽ ഈ ചെങ്ങാതി ഇങ്ങനെ കൂട്ടിക്കൊണ്ടു നടന്നിരുന്ന അർത്ഥം. അത് പുറത്തു വന്നാൽ BJP-ക്കാർ തന്നെ കുടുങ്ങുമെന്ന് നല്ല ഭയമുണ്ട്. അയാൾ പറഞ്ഞ വരി, ഞാൻ കള്ളപ്പണം വെളുപ്പിക്കാൻ നിന്നില്ല എന്നുള്ളതുകൊണ്ടാണ് എനിക്കെതിരെ സുരേന്ദ്രനൊക്കെ നിൽക്കുന്നത് എന്നുള്ളതാണ്. അതിലത്തെ കേസുകളൊന്നും ഞാൻ പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഇതുവരെ അങ്ങനത്തെ കേസൊന്നും പെട്ടിട്ടില്ല. അപ്പൊ ഇയാൾ പെട്ടിട്ടുണ്ടെങ്കിൽ ആ പെട്ട കേസുകൾ മുഴുവൻ BJP തന്നെയാണ് അടക്കി വെച്ചിട്ടുള്ളത്. അതൊക്കെയാണ് പുറത്തിടുന്നത്. അപ്പൊ BJP-ക്കാരെ തന്നെ കുടുങ്ങുന്നർത്ഥം. നമ്മുടെ സംഘടന അത് ക്ഷമിക്കുക തന്നെ ചെയ്യും. കാരണം നമ്മൾക്ക് സംഘടനയാണ് വലുത്, അതല്ലാതെ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയർ, ഈ സന്ദീപ് നടത്തിയിട്ടുള്ള വാരിയർ അല്ല. ചണ്ടി, അതായത് വെറും ഒരു ചണ്ടി ഉണ്ടല്ലോ, വാരിയർ, അങ്ങനെയാണ്. വാരിയർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗമുണ്ടല്ലോ, അവരെ ഇനി ഒരിക്കലും ഈ നാളെയുടെ പേരുമായി നമ്മൾ കൂട്ടിക്കെട്ടാൻ പാടില്ല. ഇവനെ നമ്മൾ വിളിക്കേണ്ടത് ചണ്ടി വാരിയേറുകാരൻ എന്നാ പറയേണ്ടത്. ഇവൻ എവിടെ പോയാലും ഇതേ ഗുണം തന്നെ കാണിക്കും എന്നുള്ളത് കൊണ്ട് ഇവൻ നമ്മൾക്ക് ഇപ്പൊ തന്നിട്ടുള്ള വലിയൊരു തിരിച്ചടിയാണെങ്കിൽ പോലും പാലക്കാട് ഇലക്ഷനിൽ ജയിക്കുമെന്ന് ഉറപ്പുള്ള ആ സീറ്റിന്റെ ഈ പടിവാതിൽക്കൽ നിൽക്കുന്ന ഈ സമയത്ത് തന്നെ ഇവൻ ഇത് ചെയ്യുമെന്ന് നമ്മൾക്ക് അറിയാമായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഇത് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ ഇവന്റെ ചാനൽ ചർച്ചകളിലെ ആ പ്രകടനമൊക്കെ കണ്ടുകൊണ്ട് ഇവനോട് ആരാധന മൂത്തുകൊണ്ട് സന്ദീപ് വാര്യർക്ക് വേണ്ടി സംസാരിക്കുന്ന, സന്ദീപ് വാര്യർക്ക് വേണ്ടി നിലപാടെടുത്ത ആളുകളോട് എനിക്ക് ഒരു വിരോധമില്ല. അതിന്റെ പേരിൽ എന്നെ തെറി വിളിച്ച ഒരുപാട് ആളുകൾ, എനിക്ക് ഒരു വിരോധമില്ല. കാരണം നമ്മൾക്കൊക്കെ ഇത് തെളിവ് സഹിതം അറിയുന്നത് കൊണ്ട് നമുക്ക് പച്ചയ്ക്ക് പറയാൻ പറ്റും. പക്ഷെ ഇതിന്റെ തെളിവ് പലരും എന്റെ അടുത്ത് വിളിച്ചു ചോദിക്കും, അതിന്റെ വീഡിയോ ഉണ്ടോ, തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷെ നമ്മൾക്ക് അത് അങ്ങോട്ട് പബ്ലിഷ് ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ നമ്മൾക്കില്ല. കാരണം നമ്മുടെ സംഘടന തീരുമാനിക്കുന്നതിന് പ്രകാരം തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ ഒക്കുകയുള്ളൂ. സംഘടനയാണ് വലുത്, വ്യക്തികളല്ല എന്നുള്ള ആ വിശ്വാസത്തോടു കൂടി അതിൽ സുരേന്ദ്രനോ മുരളീധരനോ ഇത്തരത്തിലുള്ള വ്യക്തികൾക്കല്ല അവിടെ പ്രാധാന്യം സംഘടനയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള പല ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല ആളുകൾക്കും അറിയാം, മെസ്സേജിലൂടെ മറ്റൊക്കെ ചോദിച്ചിട്ടുള്ള ആളുകൾ, അവരോടൊക്കെ ഞാൻ പറഞ്ഞ ഒരേ ഒരു മറുപടി ഉള്ളൂ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. 20-ാം തീയതി ഇലക്ഷൻ കഴിയുന്നത് വരെ, പാലക്കാട് ബൈ ഇലക്ഷൻ കൂടി കഴിയുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നുള്ളത്. നോക്കൂ, അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി മാത്രമായിരുന്നു ഈ ചണ്ടിയായിട്ടുള്ള ഈ വാരിയേറുകാരൻ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നത് എന്ന് ഇനിയും മനസ്സിലാവാത്ത ഇവിടത്തെ BJP അണികൾ,
സംഘ അണികൾ ഇവരോടൊക്കെ ഇനിയും കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. കാരണം ഇവൻ തന്നെ കാണിച്ചു തന്നു. നമ്മൾ കേൾക്കാറുണ്ട് പല തന്തയ്ക്ക് പറന്നവന്മാർ എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അത്തരത്തിലുള്ള കൊണം ആർക്കൊക്കെ എന്നുള്ളത് ഇന്നിപ്പോൾ നമ്മൾ കണ്ടു. കോൺഗ്രസ്സുകാരുടെ പത്രസമ്മേളനത്തിന് വന്നുകൊണ്ട് അവന്റെ അവനെ വളർത്തിയ അവൻ ആ അന്നം കൊടുത്ത് വളർത്തിയ അവന്റെ ഓരോ വളർച്ചയും അഭിമാനപൂർവ്വം കണ്ട BJP സംഘ അനുകൂലികൾ അണികളായിട്ടുള്ള സാധാരണക്കാരന്റെ നെഞ്ചത്ത് ചവിട്ടി തല പിളർക്കുന്ന രീതിയിൽ ചവിട്ടി പൊളിച്ചുകൊണ്ട് അവൻ ഇന്ന് കോൺഗ്രസ്സുകാരുടെ കൂടെ പോയത് കണ്ടില്ലേ? ഇതിലും അപ്പുറം എന്താണ് ഇനി ഈ വർഗവഞ്ചകന്, ഈ ശുദ്ധ ചെറ്റയെ കുറിച്ച് ഇനി നമ്മൾ എന്താണ് പറയേണ്ടത്? ഇവനെ കുറിച്ചുള്ള ചെറ്റത്തരങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ ഞാൻ പച്ചയ്ക്ക് പറഞ്ഞ സമയത്ത് എന്നെ തെറി വിളിച്ച ആളുകൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ആരാധനയല്ല നമ്മൾക്ക്, വ്യക്തി ആരാധനയല്ല നമ്മൾക്ക് വലുത്. നമ്മൾക്ക് വലുത് നമ്മുടെ സംഘടന തന്നെയാണ്. ആ സംഘടനയ്ക്കെതിരെ ആര് നിലപാടെടുക്കുന്നു അവൻ നമ്മുടെ വർഗവഞ്ചകൻ തന്നെയാണ്. അവന് ഏതൊരു ആരാധനയുടെ മേലാണെങ്കിലും അവന് പിറകെ പാഞ്ഞുകൊണ്ട് അവനെ പിന്തുണച്ചുകൊണ്ട് നിങ്ങൾ ഓരോ വാക്കും ഓരോ നോട്ടവും എന്ത് ചെയ്താലും അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന വലിയ ആത്മവഞ്ചന കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു എന്നെ തെറി വിളിച്ച സമയത്ത്. എന്തെന്നറിയാമോ? എന്തുകൊണ്ട് മുതിർന്ന BJP നേതാക്കന്മാരോ മുതിർന്ന RSS നേതാക്കന്മാരോ മുതിർന്ന ഹിന്ദു സംഘടനാ നേതാക്കന്മാരോ ഇവന് വേണ്ടി വാ തുറക്കുന്നില്ല എന്നുള്ളത്? കാരണം ഇതിന്റെ അടിയൊഴുക്ക് കൃത്യമായിട്ടും അറിയുന്ന, അതല്ലെങ്കിൽ ഇതിന്റെ പിന്നാമ്പുറത്തെ ചീഞ്ഞു നാറുന്ന വസ്തുതകൾ അറിയുന്ന ഒരാളും ഈ ചണ്ടീവ് വാരി ഏറുകാരന് വേണ്ടി രംഗത്ത് വരില്ല. അതിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വൃശ്ചിക മാസം 1-ാം തീയതി തന്നെ തിരഞ്ഞെടുത്ത്, മാത്രമല്ല തിരഞ്ഞെടുപ്പിന് മാത്രം ബാക്കി നിൽക്കാൻ നമ്മളെല്ലാം ചതിച്ചുകൊണ്ട് 20-ാം തീയതി പാലക്കാട് ഇലക്ഷൻ അത് കോൺഗ്രസിന് തീരെഴുതി കൊടുക്കാൻ വേണ്ടി താൻ വളർന്നു വന്ന, തന്നെ വളർത്തിയ തന്റെ പോറ്റമ്മയെ, പെറ്റമ്മ എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല, പെറ്റമ്മ അയാളുടെ പെറ്റമ്മ തന്നെയാണ്. അയാളുടെ പോറ്റമ്മ ആര് എന്ന് ചോദിച്ചാൽ അത് BJP എന്ന് പറയുന്ന RSS എന്ന് പറയുന്ന സംഘടനകൾ തന്നെയാണ്. ആ പോറ്റമ്മയെ ചതിച്ചു പോയ ഇവന്റെ ആ ഒരു പരിശുദ്ധത ഇനിയും ആർക്കെങ്കിലും സംശയമുണ്ടോ? നമ്മൾക്കറിയാം, നമ്മൾ അമ്മമാരെ ദൈവതുല്യമായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്. ആ ദൈവതുല്യമായി കാണുന്ന അമ്മയെ ചതിക്കുന്നവനെ ഏത് രീതിയിലാണ് നമ്മൾ പിന്നെ ട്രീറ്റ് ചെയ്യേണ്ടത്? അത്തരത്തിൽ ഇനിയും സംശയങ്ങളും ചോദ്യങ്ങളും ഉള്ള ആളുകൾ കുറച്ചുകൂടി കാത്തിരിക്കുക. നമ്മൾക്ക് 20-ാം തീയതിയിലെ ഇലക്ഷൻ നമ്മൾക്ക് വിജയിക്കേണ്ടതുണ്ട്. കാരണം ഈ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ നമ്മൾക്കെതിരെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വലിയ ശക്തി എന്ന് പറയുന്നത് ഇസ്ലാമിക ഭീകരവാദം തന്നെയാണ്. ആ ഇസ്ലാമിക ഭീകരത മൂത്ത് ഏതവസ്ഥയിൽ എത്തി എന്നുള്ളത് നമ്മൾ കണ്ടില്ലേ? താൻ പെറ്റു വളർന്ന് താൻ ഓരോ രൂപയും സ്വരുക്കൂട്ടി വാങ്ങിയ കുഞ്ഞു ഭൂമി, ആ കുഞ്ഞു ഭൂമിയിൽ താൻ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് പറഞ്ഞു വന്ന അവസാനം എന്താണ് നമ്മുടെ സന്ദീപ് വാര്യരെ കുറിച്ച് എന്ന് പറഞ്ഞ് ഇവിടെ നാട്ടിറക്കി വിടുന്ന അവസ്ഥയിലേക്ക് ഈ കേരളത്തിലെ വൈകൃതങ്ങൾ എല്ലാം തെളിവ് സഹിതം തന്നെ പുറത്തു വരും. അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് വ്യക്തികളല്ല, ഒരുപാട് സഹോദരിമാരൊക്കെ ഉണ്ടായിരുന്നു. ഈ സഹോദരിമാർ പോലും നമ്മളെയൊക്കെ പച്ചയ്ക്ക് തെറി വിളിച്ചുകൊണ്ട് നമ്മളെയൊക്കെ തെറിയിരുന്നത് എന്ന ആ ഒരു സുഹൃത്തുക്കളെ, ഇതുവരെയായിട്ടും ഈ VK ബൈജു എന്ന് പറയുന്ന ഈ ചാണകം എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഒരു വലിയ പ്രശ്നക്കാരനാണ്, എന്ത് കാരണമാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് BJPക്ക് ഉള്ളിൽ ഉണ്ടാക്കിയത് എന്ന് ഇപ്പോഴും ഇയാൾ പറഞ്ഞിട്ടില്ല. നിരന്തരം എന്തെങ്കിലും തെറി പറയാന്നുള്ള ഇതിനൊക്കെ ഉത്തരമായിട്ട് സന്ദീപ് വാര്യർ എന്താണ് താൻ അതിന്ന് പോരാനുള്ള കാരണമെന്ന് കൃത്യമായിട്ട് അരുൺ കുമാറിനോട് പറയുന്നുണ്ട്. ആ വീഡിയോ കൂടി കണ്ടിട്ട് നിങ്ങൾ എന്താ തീരുമാനിച്ചോ? രണ്ട് പോയിന്റ്. എന്തുകൊണ്ട് നിങ്ങൾ BJP ക്യാമ്പ് വിട്ട് കോൺഗ്രസിലേക്ക് വന്നു? CPM അതിനിടെ നിങ്ങളുമായി ചർച്ച നടത്തി എന്നുള്ളത് ഇൻഫോർമലായ സോഴ്സിലൂടെ നമ്മൾ അറിഞ്ഞ വിവരമാണ്. അത് ശരിയാണോ? ശരിക്കും അരുൺജി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങേപ്പോലൊരു മാധ്യമ പ്രവർത്തനമാണ്, പ്രത്യേകിച്ച് കുടിലതന്ത്രമുള്ള ഒരു മാധ്യമ പ്രവർത്തനം ഏത് തലം വരെ സംസാരിക്കാൻ എനിക്ക് നല്ല ധാരണയുണ്ട്. ഞാൻ രാഷ്ട്രീയം നടത്തിയ ഒരു പരിചയം എനിക്കുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ സംസാരിക്കണം എന്ന് എനിക്ക് ധാരണയുണ്ട്. ബാലനുമായി താങ്കൾ സംസാരിച്ചുവെന്നും നമ്പർ 1 കോമ്രേഡ് സന്ദീപിന്റെ ഉള്ളിലുള്ളത് നിലപാട് മാറ്റിയാൽ തനി തങ്കമാണെന്നാണ് CPM പറഞ്ഞത്. നോക്കൂ, എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് മുഴുവൻ ഞാൻ നന്ദി. എന്നെ കുറിച്ച് രമേശ് ചെന്നിത്തല നല്ല വാക്ക് പറഞ്ഞിട്ടില്ലേ? എന്നെ കുറിച്ച് VD സതീശൻ സാർ നല്ല വാക്ക് പറഞ്ഞിട്ടില്ലേ? ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. രാഹുൽ ഗാന്ധിയുമായി നേരെ ഓപ്പോസിറ്റ് നിൽക്കുകയാണ് നരേന്ദ്രമോദി. ഈ 2 മാസങ്ങൾ കൊണ്ട് നരേന്ദ്രമോദി എങ്ങനെ തള്ളിപ്പറയാൻ കഴിഞ്ഞത് സന്ദീപിന്? സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനാവുമ്പോൾ പരിണാമങ്ങൾ ഉണ്ടാവുമല്ലോ. ഇത് ദീർഘകാലമായിട്ടുള്ള പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ചില നിലപാടുകളുള്ള വിയോജിപ്പുണ്ടാവും.
അത് അവിടെ ഉന്നയിക്കാൻ സാധിക്കും. ഏറെക്കാലമായി ഈ വിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും കടയിൽ നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് സന്ദീപ് അനുഭവിച്ചിരുന്നോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലം മുതൽക്ക് തന്നെ? അല്ല, അതിനു മുമ്പ് തന്നെയല്ലേ നിങ്ങൾ ഒരു വർഷക്കാലം എന്നെ ചർച്ചയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയോ? എന്തുകൊണ്ടാണ് കിട്ടായിരുന്നത്? ഒരു വർഷക്കാലം ഞാൻ കേരളത്തിലെ ഒരു പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ബഹുസ്വരമായിട്ടൊരു സമൂഹത്തിനിടയ്ക്ക് വെറുപ്പും വിദ്വേഷവും ഉണ്ടാകരുത് എന്ന് നിരുപദ്രവമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഒരു വർഷക്കാലമാണ് ഞാനും നിങ്ങളും നമ്മളെ ബന്ധം അവസാനിക്കുന്നത്. എന്താ സംശയം? 100%. ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ ഞാൻ പിന്തുടർന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും ഉപേക്ഷിച്ച് ഹിന്ദുത്വ എന്ന ആശയത്തെ പൂർണ്ണമായും കൈയൊഴിയാണ്. കോൺഗ്രസിന്റെ ആശയം മതനിരപേക്ഷതയാണ്, മതേതരത്വമാണ്. അപ്പൊ ഹിന്ദുത്വം ഇനിയില്ല. ആ ആശയത്തെ ഉൾക്കൊള്ളുമ്പോ മറ്റൊരു ആശയത്തിനും പ്രാധാന്യമേ ഇല്ല, പ്രസക്തിയേ ഇല്ല. ഇന്ത്യക്ക് 100% ബോധ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇതുവരെ തുടർന്ന എല്ലാ നിലപാടുകളും തെറ്റായിരുന്നു എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ. സന്ദീപ് ഏറ്റവും കൂടുതൽ എതിർത്തത് നെഹ്റുവിന്റെ രാഷ്ട്രീയത്തെയാണ്. അപ്പൊ നെഹ്റുവിന്റെ തലമുറയെ സന്ദീപ് ഇനി ആശ്ലേഷിക്കാൻ പോവുകയാണ്. നെഹ്റുവിയൻ പൊളിറ്റിക്സിനെതിരായിട്ട് ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുക എന്നുള്ളത് BJPയുടെ അജണ്ടയായിരുന്നു. ഞങ്ങൾ അതിന്റെ പാർട്ടായിരുന്നു, ഞങ്ങൾ അതിന്റെ സോൾജേഴ്സ് ആയിരുന്നു, ഞങ്ങളത് ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ആശയപരമായി ഈ പരിവർത്തനം അല്പം ബുദ്ധിമുട്ടേറിയതല്ലേ? സ്വാഭാവികമായിട്ട് ഇപ്പോൾ 24 റിപ്പോർട്ടറിലേക്ക് വരുമ്പോൾ അരുണിന് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അത്ര മാത്രമേ ഉള്ളൂ. അതൊരു സ്ഥാപനം മാറിയതാണ്. നേരെ വ്യത്യസ്തമായ ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയിലേക്കാണ് മാറിയിരിക്കുന്നത്. പ്രത്യയശാസ്ത്രപരമായിട്ട് നമ്മൾ ഇന്നലെ വരെ തുറന്ന കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഇന്നലെ വരെ വിശ്വസിച്ച കാര്യങ്ങളിൽ എനിക്ക് കുറെ കാലമായിട്ട് വിയോജിപ്പുകളുണ്ട്. അത് ഞാൻ പരസ്യമായി പ്രകടിപ്പിച്ചതാണ്. അതിന്റെ പേരിൽ നടപടി ഏറ്റുവാങ്ങിയ ആളാണ്. സന്ദീപ്, കേരളത്തിലെ BJP കെ സുരേന്ദ്രന്റെ ഒറ്റയാളാണ് എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ BJP നേതൃത്വത്തോട് പ്രവർത്തകർക്ക് പൂർണ്ണമായും വിയോജിപ്പുണ്ട്. ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് BJP എന്നോട് ദേഷ്യം ഉണ്ടാകാം, അരിശം ഉണ്ടാകാം, അവരുടെ പാർട്ടി വിട്ടു പോയി എന്നുള്ളതിന്റെ പേരിൽ ദേഷ്യം ഉണ്ടാകാം. പക്ഷെ അവരുടെ ഉള്ളിലും BJPയെ KJP ആക്കി മാറ്റിയിട്ടുള്ള കേരളത്തിലെ നേതൃത്വത്തോട് അങ്ങേയറ്റത്തെ വിയോജിപ്പ്. ഹിന്ദുത്വത്തോടുള്ള പ്രശ്നമല്ലല്ലോ, നേതൃത്വമായുള്ള പ്രശ്നം. ഞാൻ നേരത്തെ ഉന്നയിച്ചുള്ള വിഷയം ഏതായിരുന്നു? എനിക്ക് നേരെ നടപടി ഉണ്ടായ വിഷയം എന്തായിരുന്നു? ഞാൻ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് സന്ദീപ് വാര്യർക്ക് പറയാനുള്ളത്. DK ബിജു എന്ന് പറയുന്ന ആ ഒരു ചാണക സംഖ്യക്ക് പറയാനുള്ളത് നമ്മൾ കേട്ടു. എന്തായാലും ഈ രണ്ട് വർത്തമാനത്തോടുകൂടി ഏകദേശം ഇവരുടെ അവസ്ഥകൾ മനസ്സിലായിരിക്കും. എന്തായാലും സന്ദീപ് വാര്യക്കുള്ള എല്ലാ പ്രശ്നങ്ങളും, അല്ലെങ്കിൽ സന്ദീപ് വാര്യർ BJPയിൽ നിലനിൽക്കുന്ന ഉണ്ടായിരുന്ന സമയത്ത് സന്ദീപ് വാര്യർ ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് മുഴുവൻ ഉത്തരം മിക്കവാറും ഇലക്ഷൻ കഴിഞ്ഞ് 20-ാം തീയതിക്ക് ശേഷം തന്നെ വരികയെന്ന് പറയുന്നു. എന്തായാലും അതുവരെ നമുക്ക് കാത്തിരിക്കാമെന്ന് മാത്രം. ഇതുവരെ ഇവർ മിണ്ടില്ല. കാരണം അത് അവരുടെ പാർട്ടിക്ക് തന്നെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറുമെന്നാണ് ഈ ചാണകം തന്നെ പറയുന്നത്. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഊഹിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. നന്ദി, നമസ്കാരം, ബൈ.